വളരെ വളരെ മലയാളത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായതെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രാംനാരായണന്റെ മരണം അത്യന്തം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാര്യ ലളിതയും കുടുംബാംഗങ്ങളും ഇന്നലത്തോടു കൂടി പൂർണ്ണമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങളുടെ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഒരു തർക്കത്തിന്റെയോ ആ വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെയോ വിഷയമേ ഇല്ല. കാരണം ഇക്കാര്യത്തിലുണ്ടായ നടപടി ദൗർഭാഗ്യകരം തന്നെ എന്ന് ഗവൺമെന്റിന്റെ അഭിപ്രായം. ഇതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കൗൺസിലിന്റെയും ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ അഭിപ്രായം ഏതാണ്ട് ഒരുപോലെ തുല്യമായ വിധത്തിലാണ്. എന്നാൽ അക്കാര്യത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആളുകളും ഒക്കെയായി ഒന്ന് ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഗൗരവമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തഹസിൽ പൂനെവാല കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുടെയും ഗൈഡ്ലൈനിന്റെ അടിസ്ഥാനത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകം 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ മനസ്സിലാക്കപ്പെട്ട കാര്യം. യഥാർത്ഥത്തിൽ വംശീയ വിധത്തിലുള്ള ആക്ഷേപം ഉണ്ടായിട്ടുള്ള ഒരു വിഷയമാണത്. ബംഗ്ലാദേശി എന്ന പേരുൾപ്പെടെ വിളിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട അറിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ആധികാരികമായി സ്ഥിരീകരിക്കാൻ ബന്ധപ്പെട്ട SITയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് ചെയ്യേണ്ടത്. SIT വളരെ കൃത്യമായിട്ടായിരിക്കും അന്വേഷണം നടത്തുക. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെയും വെറുതെ വിടില്ല. പഴുതടച്ചിട്ടുള്ള അന്വേഷണമായിരിക്കും അതുമായി ബന്ധപ്പെട്ട് നടത്താൻ വേണ്ടി പോകുന്നത്. അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പിന്നോട്ട് പോക്കുമില്ല എന്ന് മാത്രമല്ല, ഇതിനകത്ത് ഉപയോഗിക്കേണ്ടതായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങളെല്ലാം ആ ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചു. SC/ST വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം ഉൾപ്പെടെ 103(2) പെടുത്തി കൈകാര്യം ചെയ്യുന്നതടക്കം ഈ 2023 ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട നടപടികൾ തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒരു കുറവും ഉണ്ടായിട്ടില്ലെന്നും അത് തന്നെയാണ് സ്വീകരിച്ചു പോരുന്നതെന്നും ഗൗരവമായി സർക്കാർ എടുത്തിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചു. അക്കാര്യത്തിൽ തുടർച്ചയായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള അവരുടെ അഭിപ്രായവും ഗൗരവമായി തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. 2023 സുപ്രീം കോടതി കേസുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ഗൗരവമായി കാണുകയും അതിന്റെ ഗൈഡ് ലൈൻ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഗൗരവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ആലോചന ഇവിടെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് ഇവിടെ ആലോചിച്ചിട്ടുള്ളത്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം അവരോട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ എത്തിച്ചേരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കാണുകയാണ് ഗവൺമെന്റിന്റെ ലൈൻ. നേരത്തെ ഉണ്ടായിരുന്ന കോവിഡിലും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലും അതിഥി തൊഴിലാളികളായ ആളുകളെ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും നൽകണം എന്നുള്ള നിലപാട് തന്നെ കോവിഡ് കാലത്ത് എടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പരിരക്ഷയും അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ്. ആ ഉറപ്പുമായിട്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഇതൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിധിയിൽ നിന്ന്, ദുരിതാശ്വാസ നിധിയിൽ നിന്ന്, CMDRF-ൽ നിന്നുള്ള സഹായം ക്യാബിനറ്റ് ഗൗരവമായി കണക്കാക്കും. അത് ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുത്ത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിനാണ് അതിന്റെ അന്തിമമായിട്ടുള്ള അധികാരം. ചർച്ചയിൽ 10 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം വേണം എന്ന് ബന്ധപ്പെട്ടവർ ആലോചിച്ചു. ബന്ധപ്പെട്ടവർ അഭിപ്രായം രേഖപ്പെടുത്തി. അക്കാര്യം ആ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ക്യാബിനറ്റിൽ അവതരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യവും സഹായവും ചെയ്തു കൊടുക്കും എന്ന് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ പണം അവർക്ക് തന്നെ കിട്ടണം എന്ന കാര്യത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം. അവിടെ അവരെത്തിച്ചേരുന്ന ഗ്രാമം, അവരെത്തിച്ചേരുന്ന സ്ഥിതികൾ കേരളത്തിലേതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള നിയമയുദ്ധമോ ഇടപെടലോ ഒന്നും നടത്താൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ സാമൂഹിക കാരണങ്ങളാൽ ഒറ്റപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരു ജനതയാണ് അവിടെയുള്ളത്. അവരോട് ആ അർത്ഥത്തിൽ തന്നെയുള്ള വികാരമാണ് നമുക്കും ഉള്ളത് എന്നുള്ളത് കൊണ്ട് കൃത്യമായി അവരുടെ അപേക്ഷ സ്വീകരിച്ച് ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ ലീഗൽ ഹെയർസ് ആണെന്ന പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് വാങ്ങി
അവരുടെ കയ്യിൽ തന്നെ പണം എത്തിക്കാനുള്ള സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ക്യാബിനറ്റാണ് ഇത് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രഖ്യാപനം അങ്ങനെ ആ അർത്ഥത്തിൽ നടത്താത്തത്. പക്ഷേ ഈ കാര്യത്തിൽ അവരുന്നയിച്ച കാര്യത്തിൽ കുറവ് വരാത്ത വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് കൊണ്ടുപോകാനുള്ള ചെലവുകളെല്ലാം വഹിക്കാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കും. പാലക്കാടാണ് ഇതുണ്ടായത്, തൃശ്ശൂരിലേക്കാണ് വന്നത്. അങ്ങനെയുള്ള ജില്ലാ അഡ്മിനിസ്ട്രേഷനുകൾ ഒന്ന് മാറുന്നതിന്റെ ചില ആശയക്കുഴപ്പങ്ങൾ ഇടയിലുണ്ടായിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട രാംനാരായണന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു നടപടി പോലും മേലിൽ ഉണ്ടാകാതിരിക്കാൻ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പഴുതടച്ചിട്ടുള്ള അന്വേഷണവും ശിക്ഷയുമായിരിക്കും ഉറപ്പുവരുത്താൻ പോലീസും സർക്കാരും ശ്രമിക്കുക എന്ന കാര്യം അറിയിക്കും. ഈ കാര്യത്തിൽ കളക്ടർ തന്നെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് പോലെ ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പൊ എംബാം ചെയ്യണം. ബോഡി ഇപ്പോ 2-3 ദിവസമായിട്ടുണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജിൽ ഇതിനകം തന്നെ നടപടികൾ ആരംഭിക്കും. പ്രതിഷേധം അവസാനിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ചോദിച്ച ചോദ്യം. പ്രതിഷേധമല്ല, ഒരു വികാരം സ്വാഭാവികമായിട്ടും അവർക്ക് അനുകൂലമായി അവരെ കുറിച്ചുള്ള ചില ആകുലതകൾ പ്രകടിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ സർക്കാരും പ്രതിഷേധക്കാരും എന്ന വിധത്തിലുള്ള പ്രശ്നമല്ല. ചില ആകുലതകൾ അവർ ഉന്നയിച്ചു. അതിൽ ചിലത് ശരിയായിട്ടുള്ള കാര്യമാണ്, ചിലത് സർക്കാർ കർശനമായിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളതാണ്. അക്കാര്യം പരസ്പരം പറഞ്ഞു. അവരുടെ കുടുംബത്തിനോടും ബന്ധുമിത്രാദികളോടും സർക്കാരിന്റെ അനുശോചനവും സർക്കാർ ഇക്കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തവണ പോലും ആവർത്തിക്കാത്ത വിധം ഏറ്റവും കർശനമായിട്ടുള്ള നടപടി എടുക്കും എന്ന കാര്യം അവർ അറിയിച്ചു. ഈ തീരുമാനങ്ങളിൽ ഈ ആക്ഷൻ കമ്മിറ്റി അവരെന്താണ് പറഞ്ഞത്? അതെ, സ്വാഭാവികമായിട്ടും അവരുമായിട്ട് കൂടി ആലോചിച്ച് അവരുടെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ തന്നെ സംസാരിച്ച പലരുമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചു. നേരത്തെയുള്ള ചില അനുഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലവും പ്രയാസവും ഒക്കെ അവർ പറഞ്ഞു. വേറെ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കമല്ല ഉണ്ടായിട്ടുള്ളത്. ക്യാബിനറ്റിനകത്ത് തീരുമാനം എടുക്കാം. ഇതിനിടയിൽ ഈ നമ്മുടെ മൃതദേഹം പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് എത്തിക്കുന്നതിന് ഉണ്ടായ ആംബുലൻസ് ചാർജ് അടക്കം കൊടുക്കേണ്ടി വന്ന ഒരു പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അവരെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കും. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൃതശരീരം ഇനിയും അനാദരവിന് വിധേയമാക്കാതെ ഏറ്റവും പെട്ടെന്ന് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക, ബന്ധപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നടത്താനുള്ള സംവിധാനം ഉണ്ടാവുക. അതിന്ന് തന്നെ ഏറ്റവും വേഗത്തിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ തന്നെ നേതൃത്വപരമായി പങ്കുവഹിക്കും.